ഹലോ ഹായ് സിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കിഡിലൻ ഉന്നക്കായാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ പഴം പുഴുങ്ങിയെടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉന്നക്കായല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റിയും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഉന്നക്കായ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ഈ പഴം ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പഴത്തിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരും. ഈ പഴമൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കഴിയുമ്പോൾ പഴത്തിൻ്റെ കളറൊക്കെ ഒരു നല്ല മഞ്ഞ നിറമായിട്ട് വരും കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് പഴം ഉടച്ചെടുക്കണം. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ ഈ പഴം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ കപ്പിൽ തന്നെ 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. പഴം നല്ല മധുരമുള്ളതായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തിയാൽ മതിയാവും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ എടുക്കണം. അതിനുശേഷം നമ്മൾ പഴം വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടോടുകൂടെ നമുക്കിത് ഉന്നക്കായയുടെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമ്മളിതൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഉന്നക്കായൻ്റെ അതേ രൂപത്തിൽ തന്നെ, ഉന്നക്കായ തന്നെ അതേ ടേസ്റ്റ് തന്നെ ഉന്നക്കായൻ്റെ, പക്ഷെ നമ്മൾ വേറൊരു രീതിയിലാണ്, ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മളിത് ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായൻ്റെ മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉന്നക്കായ കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് അതിൽ നിന്നും കോരിയെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.